മഹിമ മുകുന്ദനെ പറ്റി നിന്നോട് എന്തെങ്കിലും പറഞ്ഞോ? ആ പറഞ്ഞു. എന്താ പറഞ്ഞത്? അതിപ്പോ ഗിരിയേട്ടൻ അറിയണ്ട. അതെ, ഞങ്ങള് ചേച്ചി അനിയത്തിയും തമ്മിലുള്ള സംസാരം. ഓ, പുറത്താരോടും പറയാൻ പറ്റില്ല. ഓ, അപ്പൊ ഞാൻ പുറത്തുള്ള ആള്. കേട്ട മോളെ, അച്ഛനമ്മയെ പുറത്താക്കി. ഞാൻ പറഞ്ഞില്ലേ, മോളാണെന്ന് ഉറപ്പിക്കണ്ട. അമ്മയ്ക്കിപ്പൊ അച്ഛനോട് പണ്ടത്തെ സ്നേഹമൊന്നും ഇല്ല. ആണോ? പിന്നല്ലാതെ. മുകുന്ദനെയും മഹിമയും കണ്ട കൊതി തോന്നും. അവർക്ക് പരസ്പരം എന്തൊരു സ്നേഹമല്ലേ. നമ്മളെ കണ്ടില്ലേ, ഏതു സമയവും പരസ്പരം വഴക്കൂടി നടക്കുക. പണ്ട് നമ്മൾ ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ. കുറെ കൂടി പരസ്പരം മനസ്സിലാക്കുകയും സ്നേഹിക്കുകയൊക്കെ ചെയ്തിരുന്നില്ലേ? ഗിരിയേട്ടനോട് എനിക്കുള്ള സ്നേഹം കുറഞ്ഞെന്ന് തോന്നുന്നുണ്ടോ? ഏയ്, അങ്ങനെയല്ല. ഗിരിയേട്ടനോട് മിണ്ടാതെ നടക്കുമ്പോഴും ദേഷ്യപ്പെടുമ്പോഴും ഗിരിയേട്ടനേക്കാളും കൂടുതൽ വിഷമം എനിക്കുണ്ടാവാറുണ്ട്. പക്ഷേ നമ്മുടെ കുടുംബത്തിന്റെ ഭാവിയെക്കുറിച്ച് ചിന്തിക്കാതെ ഗിരിയേട്ടൻ എടുക്കുന്ന ചില തീരുമാനങ്ങൾ എനിക്കൊരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. ആ തെറ്റുകൾ തിരുത്തുന്നതിനെക്കുറിച്ച് ഗിരിയേട്ടനൊന്ന് ചിന്തിക്കെങ്കിലും ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾ തമ്മിലുള്ള ഈ അകൽച്ച കൂടുന്നത് മാത്രമേ വഴിയുള്ളൂ. ശരി ശരി, നീ വെറുതെ അതിനെക്കുറിച്ച് ആലോചിച്ച് മനസ്സ് വിഷമിപ്പിക്കണ്ട. നിനക്ക് നിന്റേതായ ശരികളുണ്ട്, എനിക്ക് എന്റെ ശരികളും. നമ്മളിൽ ന്യായം ആരുടെ ഭാഗത്താണെന്ന് ദൈവം തീരുമാനിക്കട്ടെ. മുകുന്ദനും മഹിമയും തമ്മിൽ പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരിക്കുന്നത് നമ്മുടെ ഭാഗ്യം. അതെന്താ? അവര് തമ്മിൽ വഴക്ക് കൂടിയ നീ മഹിമയുടെ ഭാഗത്തല്ലേ നിൽക്കൂ.